ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് 2 തിരുനാളുകളാണ്. ഒന്ന് പുതുഞാറാഴ്ചയാണ്. നമുക്കറിയാം മലയാറ്റൂരൊക്കെ വലിയൊരു തിരുനാൾ ദിവസമാണ്. തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ പ്രഘോഷിക്കുന്ന ദിവസമാണ്. രണ്ടാമതായിട്ട് ഇന്ന് കരുണയുടെ തിരുനാൾ ദിവസമാണ്. വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ കരുണയുടെ ആഴമേറിയ തലങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പലരും ഈ ദിവസങ്ങളിലൊക്കെ 9 ദിവസത്തെ നൊവേനയിലിക്കൊണ്ട് ഈ തിരുനാളിന് വേണ്ടി ആഘോഷിക്കുകയായിരുന്നു. ഈ 2 തിരുനാളിൻ്റെ മംഗളങ്ങൾ നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈശോ നിൻ്റെ കാരുണ്യം നിന്നിലേക്ക് ചൊരിയട്ടെ. ഈശോ ആരാണെന്നുള്ള ബോധ്യം നിൻ്റെ ജീവിതത്തിലേക്ക് ആഴപ്പെടട്ടെ. തോമാസ് ശ്ലീഹ ഈശോ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഈശോനെ കാണാത്തത് കൊണ്ട് ശിഷ്യന്മാർ മുമ്പ് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാർ വിവരങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ തോമാസ് ശ്ലീഹ അതിൽ അത്ര അങ്ങ് വിശ്വാസത്തിലേക്ക് ഉറപ്പിലേക്ക് കയറുന്നില്ല. ഈ തോമാസ് ശ്ലീഹ പറയുന്നുണ്ട്, അവനെ കണ്ട് അവന് മുറിപ്പാടുകളെ സ്പർശിച്ചിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ തോമാസ് ശ്ലീഹ എല്ലാം ഉണ്ട്. ഇപ്പോൾ തോമാസ് ശ്ലീഹ വിളിക്കുക, നീ ഇവിടെ വാ, നിൻ്റെ ആണിപ്പടിൽ നിൻ്റെ വിരൽ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. തോമാസ് ശ്ലീഹ അന്നേരം പ്രഖ്യാപിക്കുന്ന വലിയൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനം. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വലിയൊരു പ്രഖ്യാപനമാണ്. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. എൻ്റെ എന്ന് കൂട്ടിയ പറയുക, അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ ആഴത്തിൽ തോമാസിനെ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനമാണ് മൈലാപ്പൂര് വരെ എത്തിയ പ്രഖ്യാപനം. പ്രിയ സഹോദര സഹോദരി, നീ ജീവിതത്തിൽ ഒട്ടേറെ മേഖലകളിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ എന്ന് ചേർത്തുകൊണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, അങ്ങനെ നിനക്ക് പ്രഖ്യാപിക്കാനായിട്ട് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നീ ആഴമേറിയിട്ട് ചങ്കിത്തൊട്ട് നിൻ്റെ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവൻ നിൻ്റെ ജീവിതത്തിലുടനീളം തെളിഞ്ഞു നിൽക്കും. അത് അനുഭവം ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചു, കരങ്ങൾക്കൊപ്പം. നല്ലവനായ കർത്താവെ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, ഈ വ്യക്തിയിലേക്ക് നിന്റെ അനുഗ്രഹം, നിന്റെ കരുണാ കടാക്ഷം ചൊരിയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാകും